ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ വല്ല വ്ളോഗറും ഭയങ്കരമൊന്നുമല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ കേരള ഫയൽ സ്റ്റോറി, ബീഫ്, വർഗീയത, അങ്ങനെയൊക്കെ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എന്റെ അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ തോന്നി. ഉള്ള കാര്യം പറയാലോ, നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ വർഗീയതയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം, എന്റെ ഒരു കാഴ്ചപ്പാടില്. കാരണം ഞാൻ നിൽക്കുന്ന ബാംഗ്ലൂരാണ്. ഇവിടെ ഞങ്ങള് റൂം അന്വേഷിച്ചപ്പോ, ഓൾറെഡി ബാച്ചിലേഴ്സിന് റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റൂം അന്വേഷിച്ചപ്പോ നിങ്ങളുടെ കൂടുതൽ മുസ്ലിം ഉണ്ടെങ്കിൽ റൂം തരാൻ പറ്റില്ല, നിങ്ങളൊപ്പം ഹിന്ദു ഉണ്ടെങ്കിൽ റൂം തരാൻ പറ്റില്ല, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ റൂമിൽ 5 പേര് കൂടി താമസിക്കുന്നത്. അപ്പൊ അതാമത്തെ എൻ്റെ ഫ്രണ്ട് വന്നു. അവൻ UP-കാരനാണ്, കോളീഗാണ്. അവൻ വന്നിട്ട് ഒരു ദിവസം നമ്മളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അവനോട് കാര്യം ചോദിച്ചു. എന്റെ റൂമില് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഇല്ല, മലയാളീസിന് അങ്ങനെ ഇല്ലല്ലോ, ജാതി മതമൊന്നുമില്ലല്ലോ. അപ്പൊ അവൻ ചോദിക്കാണ്, നിങ്ങളുടെ കൂട്ടത്തില് മുസ്ലിം താമസിക്കണ്ടോന്ന്. അവൻ UP-കാരനാണ്. അപ്പൊ ഞാനങ്ങനെ ചിന്തിച്ചു, അവൻ എന്തെങ്ങനെ എങ്ങനെ ചോദിക്കാൻ കാരണം. പിന്നെ എനിക്ക് മനസ്സിലായത്, അവരുടെ നാട്ടിലൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള സംഭവത്തിൽ ഇപ്പൊ ഉണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും നല്ല മതസൗഹൃദമുള്ളൊരു സംസ്ഥാനം, നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ ബീഫ് വിഷയം, അല്ലെങ്കിൽ കേരള സ്റ്റോറി സംഭവം, നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ബീഫ് കഴിച്ചോ, മട്ടൺ ആണെങ്കിൽ മട്ടൺ കഴിച്ചോ, പോർക്ക് കഴിച്ചോ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കറിയാവുന്ന നമ്പൂതിരികള് ബീഫ് അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന മുസ്ലിംസ് പോർക്ക് കഴിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹമുള്ളത് നിങ്ങൾ കഴിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതില് പക്ക രാഷ്ട്രീയം തന്നെയാണ് ഈ സിനിമയായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ കേരള സ്റ്റോറി എന്നുള്ള പേരിട്ടത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമില്ല എന്നാണ് അവർ പറയണത്. ഈ ട്രെയിലർ തന്നെ രാജസ്ഥാനും പിന്നെ അതുപോലെ മധ്യപ്രദേശും കാണിക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കേരള ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ മാത്രം ഒരു പോയിന്റ് ഇടയിൽ നിന്ന് കാണിക്കുന്നത്? നിങ്ങൾക്കറിയാം, എന്താ നമ്മുടെ കേരളത്തെയും സഹോദരത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പൊ ഈ കേരളത്തെ നോർത്ത് സൈഡിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട, എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അതിപ്പോ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് BJP ആണോ, UDF ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, എന്തോ ആയിക്കോട്ടെ, എന്റെ രാഷ്ട്രീയം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞാൻ അഭിമാനിക്കുന്നു. അപ്പോ നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് മോശമാവുന്ന കാര്യങ്ങളാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചെയ്യാതിരിക്കുക.